ബിഗ് ബുക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ നെൽകൃഷിയെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുമാണ് ഇന്നത്തെ ചർച്ച. പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ കോൾപ്പാടങ്ങളുടെ അവസ്ഥയും അവയുടെ പ്രാധാന്യവും അന്വേഷണ വിഷയമാകുന്നു. കോൾപ്പാടങ്ങൾ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ കൃഷിയിടമാണ്. തൃശൂർ, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഭൂപ്രദേശം വർഷത്തിൽ പാതിയും വെള്ളം നിറഞ്ഞു കിടക്കുന്നു. 13,000 ഹെക്ടറിലധികമുള്ള കോൾ മേഖല മധ്യ കേരളത്തിലെ അരി ഉൽപാദനത്തിന്റെ പ്രധാന കേന്ദ്രം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഈ പ്രദേശം അപൂർവ ഇനം ദേശാടന പക്ഷികളുടെ വിഹാര കേന്ദ്രവുമാണ്. നെല്ലുൽപാദനത്തിന്റെ കാര്യത്തിൽ തൃശ്ശൂരിന് 3ാം സ്ഥാനമാണുള്ളത്. നല്ല വിളവ് ലഭിക്കുന്ന കോൾ മേഖലയിൽ ഇത്തവണ കൊയ്ത്തിന്റെ കാലം തെറ്റിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയിട്ടുണ്ട്. തൃശൂർ, മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന കോൾ മേഖല മാത്രമല്ല, സംസ്ഥാനത്തെ മൊത്തം കാർഷിക മേഖലയിലും ഉൽപാദനത്തിൽ വലിയ തോതിലുള്ള കുറവ് അരനൂറ്റാണ്ടായി തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷം മുൻപ് ഇതിന് വിരുദ്ധമായ ചലനങ്ങൾ നെൽ ഉൽപാദനത്തിലുണ്ടായത് ശ്രദ്ധേയമാണ്. നെൽകൃഷിയുടെ ചെറിയ തോതിലെങ്കിലുമുള്ള വളർച്ച ശുഭസൂചകമാണ്. 1974-75 കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് 9 ലക്ഷം ഹെക്ടർ വയലുകൾ ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക്. അത് 2015-16 2 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. സ്വാഭാവികമായി അരിയുടെ ഉൽപാദനവും 13 ലക്ഷം ടണ്ണിൽ നിന്നും 5 ലക്ഷമായി കുറഞ്ഞു. ലോക്ക്ഡൗൺ കാലം പല തിരിച്ചറിവുകളുടെ കൂടി കാലമാകുകയാണ്. അനിവാര്യമെന്ന് ദൃഢമായി വിശ്വസിച്ചിരുന്ന പലതും അങ്ങനെയല്ലെന്നായി. അരിയും പച്ചക്കറിയും അന്യ സംസ്ഥാനത്തുള്ളവർ നമുക്കായി ഉൽപ്പാദിപ്പിക്കുമെന്ന ഉറപ്പ് എത്ര കണ്ട് ഫലപ്രദമാകുമെന്ന് ആശങ്കയുണ്ടായി. വീട്ടിലടയ്ക്കപ്പെട്ടവരും പാതയടയ്ക്കപ്പെട്ടവരുമായ ജനങ്ങളെ ബദൽ മാർഗങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. അരി നമ്മുടെ മുഖ്യ ആഹാരം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ കേരളത്തിൽ ഒന്നാകെ നോക്കാമെങ്കിൽ 100 പേര് കേരളത്തിൽ ചോറുണ്ണുമ്പോൾ അതിൽ 12-13 പേര് നമ്മളുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച അരിയുടെ ചോറുണ്ണുന്നു എന്ന് നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് വരുന്ന നെല്ലാണ്, അല്ലെങ്കിൽ അരിയാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നമായി മാത്രം അവശേഷിക്കുമെന്നേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സ്വയം പര്യാപ്തതയിലേക്ക് വരികയില്ല. കേരളത്തിൻ്റെ നെല്ലറ ഒരു 10, 40, 50 വർഷത്തിന് മുമ്പ് ആരെങ്കിലും കേരളത്തിൻ്റെ നെല്ലറ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുട്ടനാട് എന്നേ പറയുള്ളായിരുന്നു. അതിനുശേഷം അതിന് ഒരു എക്സ്റ്റൻഷൻ വന്നതാണ്. കേരളത്തിൻ്റെ നെല്ലറകളിൽ 1 കുട്ടനാട്, 2 പാലക്കാട്, 3 കോൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പം 3ാം സ്ഥാനമേ ഉള്ളൂ അത്. അങ്ങനെ ഈ 3 സ്ഥലങ്ങളിലും കൂടെയും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടെയും മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ വെറും 10-12 മാക്സിമം വന്നു കഴിഞ്ഞാൽ 15% വരെ നമുക്കുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കുട്ടനാടും കോളും ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരുപോലെ കൃഷി ചെയ്തു പോകുന്ന രീതിയാണ്, ഒരേ സമയത്ത് കൃഷി ചെയ്തു പോകുന്ന രീതിയാണ്. വേണമെങ്കിൽ വേമ്പനാട് കോൾ ഇത് ഒന്നാകെ കുട്ടനാടും കോളും ഒരേ സമയത്ത് കൃഷി ചെയ്തു പോകുന്ന, മിക്കവാറും സമുദ്രനിരപ്പിൽ നിന്ന് അല്ലെ സമുദ്രനിരപ്പിനോടടുത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 1-2 മീറ്റർ വരെ താഴ്ചയുള്ള സ്ഥലങ്ങളിൽ അവിടെ മിക്കവാറും നെല്ല് മാത്രമേ കൃഷി ചെയ്യാനൂ. കോളടിച്ചുവെന്ന വാക്കിൽ നിന്നാണ് കോൾ എന്ന വാക്കും കോൾ നിലവും ഉണ്ടാകുന്നത്. നഗരത്തിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്ന ഇടം, വർഷത്തിൽ പാതിയും വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടം, അതാണ് കോൾ മേഖല. മികച്ച വിളവ് ലഭിക്കുന്ന നിലം. കേരളത്തിൽ ഏറ്റവും ഉൽപാദനക്ഷമമായ കൃഷിയിടമാണിത്. 1916 മുതലാണ് തൃശ്ശൂരിലെ കോൾപ്പാടങ്ങൾ സജീവമാകുന്നത്. 13,632 ഹെക്ടർ കോൾ നിലമാണ് തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലായുള്ളത്. അതിൽ 1958 ഹെക്ടർ മാത്രമേ മലപ്പുറം ജില്ലയിലുള്ളൂ. 11,674 ഹെക്ടർ തൃശ്ശൂരിലാണ്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാകും ഇവിടെ കൃഷി.
ജൂൺ മുതൽ നവംബർ വരെ വെള്ളത്തിലാണ്. തെക്ക് ചാലക്കുടി മുതൽ വടക്ക് ഭാരതപ്പുഴ വരെ പൊന്നാനി താലൂക്കിലും ഈ പ്രദേശം വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരിയുടെ 40% ഇവിടെ നിന്നുമാണ്. ബേർഡ് ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 3 പ്രധാന പക്ഷി സങ്കേതങ്ങളിലൊന്നാണ് ഈ കോൾ മേഖല. വിദേശത്ത് നിന്നുൾപ്പെടെ 241 വ്യത്യസ്ത ഇനം പക്ഷികൾ സീസണിൽ ഇവിടെ എത്തുന്നു. ഇവിടത്തെ മത്സ്യസമ്പത്തും അപൂർവമാണ്. കോൾ മേഖലയിൽ നല്ല വിളവ് ലഭിച്ചിരുന്നെങ്കിലും ഈ വർഷം അത്ര മെച്ചമല്ലെന്നാണ് കർഷകരുടെ പക്ഷം. തീർച്ചയായിട്ടും സ്വയം പര്യാപ്തത വരുത്താവുന്ന ഒരു ഏരിയ പച്ചക്കറി വിളകളുടെ കൃഷിരീതിയാണ്. സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ ടയർസം വിഷമകരമായ ഒരു കൃഷിരീതിയാണ് നെല്ല് കൃഷി ചെയ്യുവാനുണ്ട്. അതിലേക്ക് ഇന്ന് കൃഷി മേഖലയിലില്ലാത്ത ആളുകളെ പെട്ടെന്ന് ആകർഷിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പോലെ നെൽമേഖലയിലേക്ക് ആൾക്കാർ വരികയുമില്ല. ആ രീതിയിലോട്ടുള്ള വിളവിൻ്റെ കൂടുതൽ ഉണ്ടാകാനും വളരെ ബുദ്ധിമുട്ടാണ്. പച്ചക്കറി മേഖല എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം. ഇന്ന് തീർച്ചയായിട്ടും അയൽവക്കങ്ങൾ ഒന്നുകിൽ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകയുടെ ചില ഭാഗങ്ങൾ ഇവിടെ നിന്ന് വരുന്ന പച്ചക്കറികൾ ആണ്, ഇൻക്ലൂഡിങ് വാഴ, നേന്ത്രവാഴ അല്ലെങ്കിൽ റോബസ്റ്റ വാഴ, ഇങ്ങനെയുള്ള ഈ വിഭവങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെ ആ ഏരിയയിൽ പച്ചക്കറികൾ, വാഴ മുതലായ കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ ഏരിയയിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഈ ഇടപെടൽ കൂടുതൽ ഏരിയ ആക്കി അല്ലെങ്കിൽ വിസ്തീർണത്തിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ വിളവ് കൂട്ടാനും സഹായിക്കും. അതേസമയം അത് നെൽമേഖലയിലേക്ക് വരികയാണെങ്കിൽ നാമമാത്രമായിരിക്കും അതിൻ്റെ ഉയർച്ച എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കോൾ മേഖലയുടെ സമഗ്ര വികസനത്തിന് 425 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. ബണ്ടുകളുടെ നിർമ്മാണവും കനാലുകൾ, റോഡുകൾ തുടങ്ങിയവയ്ക്കായിരുന്നു തുക. കോൾ വികസനത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു ഗവേഷണ കേന്ദ്രത്തിനായി 15 കോടി രൂപ വിനിയോഗിക്കണമെന്നും ഈ പദ്ധതിയിലുണ്ട്. തൃശൂർ ജില്ലാ കളക്ടറാണ് കോൾ പാക്കേജ് നടപ്പിലാക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ. കോൾ മേഖലയിൽ നെൽകൃഷി തുടരാൻ യുവാക്കൾ ഇന്ന് രംഗത്തുണ്ട്. നെല്ലിൻ്റെയും ഭക്ഷ്യസുരക്ഷയുടെയും പ്രാധാന്യം മനസ്സിലാക്കുന്ന പുതുതലമുറ നെൽകൃഷിയെ ഇപ്പോൾ കൗതുകത്തോടെയും പ്രാധാന്യത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. എന്നാൽ കോൾ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധി തരം മാറ്റുകയോ നിർമ്മാണ മേഖല കൈയടക്കുകയോ ചെയ്യുന്നതാണ്. തൃശ്ശൂരിലെ പുഴയ്ക്കൽ പോലുള്ള പ്രദേശങ്ങളിൽ നെൽപ്പാടങ്ങൾ ഭൂരിഭാഗവും തരം മാറ്റി കെട്ടിട നിർമ്മാണത്തിനും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിനും മാറ്റിയിരിക്കുന്ന കാഴ്ച ഭീതിതമാണ്. ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യം നാം വരും നാളുകളിൽ ശരിക്കും മനസ്സിലാക്കി തുടങ്ങുമായിരിക്കാം. തരിശിടുന്ന വയലുകൾ യുവതലമുറ ഏറ്റെടുത്ത് വിതയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൃഷിയുടെ നഷ്ടക്കണക്കിനപ്പുറം ജീവന്റെ മൂല്യവും ശക്തിയും പ്രധാനമാകുന്നു. വിഷമേറിയ കീടനാശിനികളും വളങ്ങളുമെല്ലാം നൽകുന്ന രോഗങ്ങളുടെ നീണ്ട നിര ആശുപത്രി വ്യവസായത്തെ വളർത്തുമ്പോൾ സമൂഹമൊന്നാകെ ആപത്ത് സൂചനകൾ തിരിച്ചറിയുന്നുണ്ട്. ഭക്ഷ്യവിഭവങ്ങളിലെ സൂക്ഷ്മ പരിശോധനകളുടെ അഭാവവും അശ്രദ്ധയുമെല്ലാം കമ്പോള സംസ്ഥാനമായ കേരളത്തിന്റെ ആരോഗ്യത്തെ രോഗാതുരമാക്കുകയാണ്. ഞെട്ടിക്കുന്ന ഈ കണക്കുകൾക്ക് മുന്നിൽ പ്രതിരോധത്തിന്റെയും ജീവന്റെയും വിത്തെറിയാൻ നിർബന്ധിതരായിരിക്കുകയാണ് മലയാളി. അതിന്റെ പ്രകടമായ ലക്ഷണമാണ് നെൽകൃഷിയുടെ വർധന. ലോക്ക്ഡൌണിന് മുൻപേ നാം ഈ വഴിയെ സഞ്ചരിച്ചു തുടങ്ങിയെങ്കിലും ഈ ദിനങ്ങൾ യാത്രയ്ക്ക് കൂടുതൽ ഊർജം പകർന്നേക്കാം. കോൾ മേഖലയിൽ മാത്രമല്ല ഈ കയ്യേറ്റവും തരം മാറ്റലും ഉണ്ടാവുന്നത്. സംസ്ഥാന വ്യാപകമായി പാടങ്ങൾ ഈ വെല്ലുവിളി നേരിടുകയാണ്. ഓരോ വർഷവും പാടങ്ങളും തണ്ണീർത്തടങ്ങളും കുറഞ്ഞു വരുന്നുവെന്ന വിലാപങ്ങൾ തുടരുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു കണക്കാണ് 2017-18 വർഷങ്ങളിലേത്. 2016-17 വർഷങ്ങളിലെ നെൽകൃഷിയുടെ കണക്ക് പരിശോധിച്ചാൽ 22,837 ഹെക്ടർ കൂടുതൽ ഭൂമിയിൽ 18-19 വർഷം കൃഷി ചെയ്തു. 1,94,235 ഹെക്ടർ പ്രദേശത്താണ് സംസ്ഥാനത്ത് നെൽകൃഷിയുള്ളത്. എന്നാലും ഇതൊന്നും കേരളത്തിലുള്ളവർക്ക് പര്യാപ്തമായ നെല്ലിൻ്റെ അളവല്ല. അതിന് പുറത്തുനിന്ന് തന്നെ അരിയെത്തണം. 2001-2002 വർഷങ്ങളിൽ 3,22,368 ഹെക്ടറിൽ കൃഷി ചെയ്തിരുന്ന മലയാളിക്ക്
7354 ടൺ നെല്ല് ലഭിച്ചു. 2017-18 കൃഷി കുറയുകയും അതിനനുസൃതമായി നെല്ലിൻ്റെ അളവും കുറയുകയുമുണ്ടായി. ഇതെല്ലാ വിളകളുടെ കാര്യത്തിലും സമാനമാണ്, റബ്ബറിലൊഴികെ. പാലക്കാട് ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ളത്. 75,415 ഹെക്ടർ നെൽകൃഷിയാണ് ഇവിടെയുള്ളത്. ആലപ്പുഴയിൽ 40,393 ഹെക്ടറിലാണ് നെല്ലുൽപാദനം. തൃശ്ശൂരിൽ 21,564 ഹെക്ടർ നെൽപ്പാടങ്ങളുണ്ടെന്നാണ് കണക്ക്. 2016-17 കണക്കുകൾ പ്രകാരം 5,21,718 ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് സംസ്ഥാനത്ത് ആകെ ഉൽപ്പാദിപ്പിച്ചത്. അതിൽ 4,36,703 ടൺ നെല്ല് മാത്രമാണ്. നെൽകൃഷിയുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി സർക്കാരിനുണ്ടായ ഒരു ആവേശം. ആ ആവേശം ജനങ്ങളിലേക്ക്, കർഷകരിലേക്ക് പകരാൻ ഉണ്ടായ സാഹചര്യവും അതിൻ്റെ വിജയവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏരിയ കൂടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കൂടിയ ഏരിയ അതൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോഴാണ് എന്തുമാത്രം വിസ്തീർണം കൂടി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയും നെല്ല് കൃഷി ഏരിയ വികസിപ്പിക്കണമെന്നും അത് തരിശിടുന്നത് തടയണമെന്നും നെൽ വയലുകൾ മറ്റ് കാര്യങ്ങളിലേക്ക് മാറ്റപ്പെടുന്നത് തടയണമെന്നും ഒക്കെ വന്ന് നിയമങ്ങളുമൊക്കെ വന്ന് ആ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് 2013 1.93 ലക്ഷം ഹെക്ടർ 2017-18-19 കാലഘട്ടങ്ങളിൽ 2.13 കൂടി. അതായത് ഏകദേശം 20,000 ഹെക്ടറോളം വർധനവുണ്ടായിട്ടുണ്ട് ആ ഏരിയയിൽ. അതനുസരിച്ച് ഏരിയയും കൂടിയിട്ടുണ്ട്. പിന്നെ ഉൽപ്പാദനം, ഈ പറയുന്ന 75-76 കാലഘട്ടങ്ങളിൽ നമ്മുടെ ശരാശരി ഉൽപ്പാദനം ഹെക്ടറിന് ഏകദേശം 1,400 കിലോഗ്രാമൊക്കെ ആയിരുന്നു. അത് ഇന്ന് 2,700 ശരാശരിയാണ്, 2,700 ആയി മാറിയിരിക്കുന്നു. അങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പാദനം. പക്ഷേ ആ ഉൽപ്പാദനം പോലും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 12-15% വരെയുള്ള ആളുകളെ തീറ്റിപ്പോറ്റുവാനും മാത്രമുള്ള അരി ആഹാരമേ ആകുന്നുള്ളൂ എന്ന്. സാധാരണ രീതിയിൽ പണ്ടുണ്ടായിരുന്ന ഈ 7.8 ലക്ഷം ഹെക്ടർ എന്നൊക്കെ പറയുന്നതിലേക്ക് ഒരിക്കലും ഇതെത്തിപ്പെടുകയില്ല. ഈ 2-2.25 എന്നൊക്കെ പറയുന്ന അളവിലേക്ക് ചിലപ്പോൾ വർദ്ധിക്കാൻ കാരണമാകും. കാരണം ഒന്ന്, ഈ സ്ഥലങ്ങൾ മാറ്റുവാൻ മേലാത്ത വിധത്തിൽ, നെൽകൃഷി ചെയ്യുവാൻ മേലാത്ത വിധത്തിലായിപ്പോയി. ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, ചുറ്റുപാടും പല കൺവേർഷൻ നടന്നു കഴിഞ്ഞിട്ട് അല്പമായി നടുക്ക് കിടക്കുന്ന പാടങ്ങൾ വീണ്ടും കൃഷിയോഗ്യം അല്ലാണ്ടിരിക്കുക. 2, അതിഭയങ്കരമായ രീതിയിൽ കളിമണ്ണ് എടുത്തിട്ട് കുഴികളും ഒക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മേഖലയിലേക്ക് തിരിച്ചു വരാനുള്ള പാടുണ്ട്. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൻ്റെ 2019-20 വർഷത്തെ കണക്കുകൾ പ്രകാരം 54,693.89 ഹെക്ടർ വയലുകളാണ് സംസ്ഥാനത്താകെയുള്ളത്. ഇവയിൽ നിന്നും 1,42,946 ലക്ഷം ടൺ അരി സീസണിൽ ലഭിക്കുന്നുണ്ട്. ഓരോ ജില്ലകളുടെയും നെൽ ഉൽപ്പാദനം വ്യത്യസ്ത തരത്തിലാണ്. സീസണുകൾ അനുസരിച്ചാണ് പല പ്രദേശങ്ങളിലെയും വിത്തിടലും കൊയ്ത്തുമെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അരിയുടെ ലഭ്യതയും ഇതിനെയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്തൊക്കെയായാലും കേരളത്തിൻ്റെ അരി ഉൽപ്പാദനം കുറവ് തന്നെയാണ്. അതിനു കാരണം നമുക്ക് വേണ്ടത് ആന്ധ്രയും കർണാടകയുമെല്ലാം തരുമെന്നുള്ള പ്രതീക്ഷയും. എന്നാൽ ഇതെല്ലാം അസ്ഥാനത്താകുന്ന കാലം വിദൂരമല്ലെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ലോക്ക്ഡൗണും കോവിഡുമെല്ലാം ചരക്ക് ഗതാഗതത്തിന് വലിയ വിഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം ഇനിയും യഥാർത്ഥ ലോകത്തിലേക്ക് എത്തിയിട്ടുമില്ല. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഉൽപാദനക്ഷമമാകുന്നത് വിത്തെറിഞ്ഞ് കൊയ്യുമ്പോൾ മാത്രമല്ല, അവ അതേ അവസ്ഥയിൽ നിലനിൽക്കുമ്പോഴും ജലത്തിൻ്റെ വലിയ സ്രോതസ്സുകളാണ്. അവയുടെ നിലനിൽപ്പ് കുടിനീരിൻ്റെയും ജീവൻ്റെയും കൂടിയാണ്. അരി ആഹാരം കുറഞ്ഞ കാലത്താണ് വിശാഖം തിരുനാൾ രാജാവ് ഇവിടെ കപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കപ്പ തിന്നും കിഴങ്ങ് വർഗ്ഗങ്ങൾ തിന്നും വേണമെങ്കിൽ മനുഷ്യന് ജീവിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങളും അരിയും തമ്മിൽ നമ്മൾ തുലനം ചെയ്ത് നോക്കണം. അത് സ്റ്റാർച്ച്, അന്നജം, രണ്ടും അന്നജപ്രധാനമാണ്.
വ്യത്യാസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ മാംസ്യത്തിൻ്റെ അംശം വളരെ കുറവും, എന്നാൽ അരി ആഹാരത്തിൽ അത് 6-7% വരും. അങ്ങനെയുള്ള ഒരവസ്ഥ വരുന്നു എന്നുള്ളൂ. അതുകൊണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളെ പാടെ മറക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഉള്ള സ്ഥലങ്ങളിൽ നെൽകൃഷി ചെയ്യുവാൻ പറ്റാത്ത സ്ഥലങ്ങളിലും നെൽകൃഷി ചെയ്യുവാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വരാത്ത സാഹചര്യങ്ങളിലും, കാരണം നെൽകൃഷിക്കൊക്കെ ഈ വെള്ളം, മറ്റ് സാമഗ്രികൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു അത്യാവശ്യ ഘടകങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലേക്ക് പോകാമെങ്കിൽ വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. അരി ആഹാരം ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 1 നേരം അരി ആഹാരവും ബാക്കി ഉള്ള ആഹാരം വേണമെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളിലേക്കോ മറ്റ് ഇതിലേക്കോ പോയി കഴിഞ്ഞു കഴിഞ്ഞാലൊന്നും നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. 1950 ശേഷമുള്ള ഒരു പതിറ്റാണ്ട് മലയാളിയുടെ നെൽകൃഷി മികച്ച രീതിയിലായിരുന്നു. 1,00,000 ഹെക്ടർ കൃഷി വർദ്ധിച്ചു. പക്ഷേ തുടർന്ന് വന്ന 50 വർഷം കൊണ്ട് 6.5 ലക്ഷം ഹെക്ടർ നിലം നികത്തുകയോ തരം മാറ്റുകയോ ചെയ്തു. നാം ഉപയോഗിക്കുന്ന അരിയുടെ 80% പച്ചക്കറിയുടെ പാതിയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടെ എത്തുന്നത്. നാളികേരത്തിന്റെ നാടെന്ന പൊങ്ങച്ചം മാത്രമാണ് അവശേഷിക്കുന്നത്. തേങ്ങാ ഉൽപാദനത്തിൽ ദക്ഷിണേന്ത്യയിൽ 3 സംസ്ഥാനങ്ങളെക്കാൾ പുറകിലാണ് നാം. മലയാളിയുടെ ശാരീരിക അധ്വാനത്തോടുള്ള വൈമുഖ്യം ഈ മാറ്റങ്ങൾക്ക് നിദാനമായി. ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനാകാതെ നാം എല്ലാറ്റിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയും വന്നു. ഓരോരുത്തരും സ്വന്തം ഭൂമിയിൽ ചെയ്തിരുന്നത് പോലും ഉപേക്ഷിച്ച് പുറത്തേക്ക് കണ്ണും കൈയും നീട്ടിയിരിപ്പായി. നെൽകൃഷിയിൽ നിന്നും അകന്നുപോയവർ പലരും തിരിച്ചു വരുന്ന കാഴ്ച സമീപനാളുകളിൽ വലിയ വാർത്തകളാകാറുണ്ട്. മികച്ച തൊഴിലുപേക്ഷിച്ച് കൃഷിയിലേക്ക് ശ്രദ്ധയൂന്നുന്ന ചെറുപ്പക്കാരുടെ എണ്ണവും വർദ്ധിക്കുന്നു. ജീവിതത്തിലെ മായക്കാഴ്ചകൾക്കപ്പുറത്ത് പ്രകൃതിയിൽ അടിയുറച്ച ഒരു ജീവിത യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാണവർ. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഉത്തുംഗതയിൽ നിന്നും പ്രകൃതിയുടെയും മണ്ണിൻ്റെയും മൂല്യം തിരിച്ചറിഞ്ഞവർ. അവരിലൂടെ ഒരു വലിയ വിഭാഗം കൃഷിയിലും അനുബന്ധ തൊഴിലുകളിലും കൂടുതൽ വ്യാപൃതരാകുമെന്ന് പ്രതീക്ഷിക്കാം. കുടിനീർ സംഭരണികളായ തണ്ണീർത്തടങ്ങളും നെൽപ്പാടങ്ങളും ഒരു ജൈവചക്രത്തിൻ്റെ അടിത്തറയാണെന്നും അതിൻ്റെ നാശത്തിലൂടെ ഒരു ജൈവിക ഘടന തന്നെ ഇല്ലാതാകുമെന്നും മനസ്സിലാക്കുന്നത്ര വലിയ അറിവുകൾ മറ്റൊന്നുമില്ല. ശക്തവും കൃത്യവുമായ അടിത്തറയില്ലെങ്കിൽ ഏതു മാളികയുടെയും നിലനിൽപ്പ് അപകടകരമാണ്. ആ തിരിച്ചറിവിലേക്ക് സാവകാശമെങ്കിലും മലയാളി ചുവടുവെക്കട്ടെ. മലയാളിയുടെ പ്രധാന ഭക്ഷണം അരി തന്നെയാണ്. അത് എല്ലാ കാലത്തും പൂർണ്ണമായും നാം ഉൽപ്പാദിപ്പിച്ചിരുന്നുമില്ല. എന്നാൽ ഭൂരിഭാഗവും ഇവിടെ തന്നെ ഉണ്ടാക്കിയിരുന്നു. കേരളത്തിൻ്റെ നെല്ലറയെന്ന് പേരുകേട്ട പാലക്കാട് ജില്ല തന്നെയാണ് ഇന്നും കേരളത്തിൽ കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്നത്. ആലപ്പുഴയും തൃശ്ശൂരും തൊട്ടുപുറകിലുണ്ട്. മിക്ക കാർഷിക വിളകളുടെയും അവസ്ഥ സമാനമാണ്. മലയാളിയുടെ ഭക്ഷ്യസുരക്ഷ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ലോക്ക്ഡൗണും കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരിയുന്ന മലയാളിക്ക് വരുന്ന മാസങ്ങളിൽ വേണ്ടത്ര ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറി അടക്കം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൃത്യമായി എത്തുമെന്നതിൽ എന്താണിത്ര ഉറപ്പ്? അവിടുത്തെ കൃഷിയെല്ലാം താറുമാറായി വിത്തിറക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ അവർ നിസ്സഹായരായാൽ നാം എന്തു ചെയ്യും? എന്തെടുത്തുണ്ണും? ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. തിരിച്ചറിവിൻ്റെയും. ബിഗ് ബുക്കിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.